ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ബേക്കൽ ബീച്ചിൻ്റെ ഒരു നല്ല വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആവുമ്പോൾ ബാലൻസ് ആവും. അങ്ങനെ ഗൈസ് ഇതാ കാലത്ത് തന്നെ എണീച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി, എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ വേഗം ഒന്ന് റെഡിയാകണം, എന്നിട്ട് വേണം ഒരു റൈഡ് പോകാൻ വേണ്ടി. അങ്ങനെ ഗൈസ് ഞാൻ ഫുൾ സെറ്റായി. അപ്പോൾ സമയം 7 മണിയായി. 7 മണിയാകുമ്പോഴേക്ക് എറണാകുളം റോഡ് എത്തണമെന്ന് എല്ലാവരോടും പറഞ്ഞത്. നമ്മളൊരു 5-6 ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയില്ല. ഇന്ന് ഓഗസ്റ്റ് 15 അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ഫ്രീഡം റൈഡ് സംഘടിപ്പിച്ച ബേക്കൽ ഫോർട്ടിലേക്ക്. വേറെ ക്ലബ്ബ് കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് അങ്ങനെ പോകുന്നതാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല അടിപൊളി വെയിലാണ്. പക്ഷേ ഇന്നത്തെ ദിവസം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ തന്നെ, ഞാൻ കാലെടുത്ത് പുറത്ത് നോക്കുമ്പോൾ മഴ വരും. എന്താണെന്ന് അറിയില്ല, ഭയങ്കര സ്നേഹമാണ് എന്നോട്. ഇതിനായി ഇന്നലെ ഫ്ലാഗ് വാങ്ങിക്കാൻ പോയാലും ബുഷ് വാങ്ങിച്ചതാണ്, ഈ ഒരു സ്പോട്ട് ലൈറ്റിന് ഇടാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ സ്പോട്ട് ലൈറ്റ് വെക്കാൻ പാടില്ല, പക്ഷേ നമ്മളെ റോഡിൽ ലൈറ്റ് കുറവായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ലോങ്ങിൽ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ എറണാകുളം റോഡ് എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് ഏകദേശം എത്താനായി എന്ന് പറഞ്ഞ്. പിന്നെ അവൾക്ക് ഈ ഭാഗമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നേരത്തെ തന്നെ വന്നതുമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബാക്കിയുള്ള 2 ആൾക്കാരും കൂടി വരുന്നുണ്ട്. നമ്മൾ ടോട്ടൽ 5 ആളാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഒരാൾ ജോയിൻ ചെയ്യുന്നത് 7 നിന്നാണ്. നമ്മൾ ചെയ്തെത്തിയിട്ടുണ്ട്. പുതിയ വണ്ടിയല്ലേ, ആദ്യമായിട്ട് റൈഡിൽ വന്നല്ലേ വണ്ടി എടുത്തിട്ട്? സൂപ്പർ. എന്തുണ്ട്? അടിപൊളി. ഏതായാലും സൈഡാക്കി 2 ആളും കൂടി വരാനുണ്ട്. അപ്പോഴേക്കും നമ്മളെ ഫ്ലാഗ് കിട്ടിയാലോ? ഇപ്പോൾ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മഴയത്ത് റൈഡ് ചെയ്യാൻ നല്ല സുഖമാണ്. ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ വീഡിയോ അങ്ങനെ ഒരു സംഭവം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഗൈസ് ഇതാ നമ്മളെ റൈഡേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്. വടകരയിൽ നിന്ന് സൗദ, പിന്നെ ചെയ്താൽ നേരത്തെ കണ്ടു, പിന്നെ സന്ധ്യ. ഇന്ന് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് പേരെല്ലാം കൺഫ്യൂഷനാണ്. അങ്ങനെ നമ്മളെ വണ്ടിയിലെല്ലാം ഇതാ ഫ്ലാഗെല്ലാം കെട്ടി വെച്ച് നമ്മൾ ഇവിടുന്ന് പുറപ്പെടുകയെന്ന്. അപ്പോൾ നമ്മളെ 3 വണ്ടിയുടെ ഉണ്ട്, ഒരാളെ വണ്ടി അത് അങ്ങാ ഉള്ളത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഒരാൾ 7 ഓക്കെ വിട്ടോ. വിട്ടോ. ഇതാണ് നമ്മൾ 7 എത്താനാകുമ്പോഴേക്ക് നമ്മൾ സജ്ജിതയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം മഴയിൽ പോയി അല്ലേ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്ന മഴയാന്ന് തോന്നും. സമയം ഇപ്പോൾ 9 മണിയായി. 8:30 മണിയാകുമ്പോഴേക്കാണ് ഇടയ്ക്ക് വിശക്കാതെ ഞാനിപ്പോൾ 8 മണിക്കാണ് ഫുഡ് കഴിക്കുന്നുണ്ട്. സമയം കഴിഞ്ഞേക്ക് വീട് നല്ലോണം വിശക്കുന്നുണ്ട് അതിന്. പക്ഷേ നമ്മൾ പയ്യന്നൂർ വിട്ട് കഴിയുമ്പോഴേക്കെന്ന് പറയുന്നത് അവിടെ അടുത്തൊന്നും ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റൊന്നും ഇല്ല. അങ്ങനെ കുറച്ച് ദൂരം വന്നിട്ട് ഇപ്പോൾ ഒരു 600 എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിച്ചാൽ പറഞ്ഞ ആ സ്ഥലത്തിൻ്റെ പേര് ആണൂർ എന്നാണ്. നെയ്പ്പത്തലും ചെറുവാരി എറിയും. മാച്ച് ഉണ്ടോ? ആക്കൽ തന്നെ തന്നെ. ഞാൻ നൂൽപുട്ടും പിന്നെ മുട്ടക്കറി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് തന്നെ. ബേക്കൽ ഫോർട്ട് എന്ന് എഴുതിയിടത്തിൽ ഫുള്ളായിട്ട് പുല്ല് മുളച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെ എൻട്രൻസിലെത്തി. ഇതാണ് നമ്മളെ എൻട്രൻസ്. അപ്പോൾ അതിലൂടെയാണ് നമുക്ക് കയറേണ്ടത്. ഇതാണ് നമ്മൾ ബാക്കിയുള്ള റൈഡേഴ്സിൽ അവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഞാൻ ഇവിടെ വെച്ചിട്ടേ ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയാണ് വരേണ്ടത്, അല്ലാണ്ട് നമ്മളെപ്പോലെ 5 ആളായിട്ടല്ല വരേണ്ടത്. ബലൂണൊക്കെ വേണടോ, എന്നാലും എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കൽ. നമ്മൾ തീരെ ശരിയില്ല. എന്നാൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ആക്കണേ. നമ്മളിവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഹെൽമെറ്റ് എല്ലാം ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരടി പാർക്കിംഗ് കാശ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് കയറണം. നല്ല അടിപൊളി വെയിലാണ്. ഇപ്പം തന്നെ ചൂടെടുത്ത് വരികാൻ തുടങ്ങിയ പോലെ അതിന് ഈ ജാക്കറ്റിൻ്റെ ചൂടെല്ലാം കൂടി ഇപ്പം തന്നെ ഏകദേശം ഒരു വകി ആയിട്ടുണ്ട്. പിന്നെ ഏതായാലും അകത്തോട്ടേക്ക് കയറട്ടെ. ഇതാ കൊടയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഇന്ന്
കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ബേക്കൽ കോട്ട. ഏകദേശം 40 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട 17ാം നൂറ്റാണ്ടിലാണ് പണിതത്. കോട്ടക്കുള്ളിലായി ഒരു ആഞ്ജനേയ ക്ഷേത്രവും പുറത്ത് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഒരു മുസ്ലിം പള്ളിയുമുണ്ട്. നമ്മൾ കോട്ടൻ്റെ അകത്ത് കയറാനുള്ള ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് രാവിലെ 8 മണി മുതൽ 5:30 മണി വരെയാണ്. ശിവപ്പ നായിക്കാണ് ഈ കോട്ട നിർമ്മിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ കോലത്തേരി രാജാക്കന്മാരുടെ കാലത്തെ കോട്ട ശിവപ്പ നായിക്ക് പുതുക്കി പണിതതാണെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നുണ്ട്. പിന്നീട് ഈ കോട്ട മൈസൂർ രാജാവായ ഹൈദരലിയാണ് കൈയടക്കിയത്. ഹൈദരലി രാജാവിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഈ കോട്ട തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായിരുന്നു. ടിപ്പുവിൻ്റെ പരാജയത്തിന് ശേഷം കോട്ട പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനയിലായി. ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. നിരീക്ഷണ ഗോപുരങ്ങളും ഭൂമിക്കടിയിലെ തുരങ്കങ്ങളൊക്കെ ഈ കോട്ടയുടെ പ്രത്യേകതകളാണ്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തത് മാത്രമല്ല, നല്ല രീതിയിൽ തന്നെ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ബേക്കൽ കോട്ടയിലേക്ക് കാനങ്ങാട് നിന്ന് 10 കിലോമീറ്ററും കാസർഗോഡ് നിന്ന് 16 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഭയങ്കര ചൂടാണ് കേട്ടോ, നല്ല 1.5 ചൂടാണ്. വിയർത്ത് പൊരിയാൻ തുടങ്ങി. പിന്നെ ഒരു കുടയിലെടുത്തിട്ട് ഇങ്ങനെ നടക്കാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ശരിക്കും ഫോട്ടോയിലെല്ലാം വരുമ്പോൾ സംഭവം പോലെ ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ പിന്നെ ഇതെല്ലാം വരുന്ന രീതിയിൽ കഴിഞ്ഞാൽ കടലിലെത്തും അങ്ങനെ പറയുന്നത്. പിന്നെ ഈ രക്തമെല്ലാം വരുമ്പോൾ അങ്ങനെ അതെല്ലാം വെറുതെ അറിയാം. ഇത് പിന്നെ യുദ്ധം നടക്കുന്നേരാ ഇത് ഇതിൻ്റെ അകത്ത് ഇറങ്ങി അങ്ങനെ കടലിൽ അങ്ങനെ അതിൻ്റെ വൈ അതെയാ കടലിലെത്തും. ആ കപ്പലയിൽ കയറി പോവും. ഗായ്സ് കാണുന്നില്ല ഗായ്സ്, കിണർ അത്രയും താഴെയായിരുന്നു, ഒന്നും എനിക്ക് കാണുന്നില്ല. ഇവിടെ ഇത്രയൊരു ഇത് വെച്ചിട്ട് ഇവിടെ ഇത്രയും ദൂരെ നിന്നാണ് നമ്മൾ പിന്നെ മൊബൈൽ അങ്ങോട്ട് വെച്ചിട്ട് എടുക്കുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഉണ്ടല്ല നടന്ന് ബീച്ചിൻ്റെ സൈഡിലേക്ക് എത്തി. ഈ ഒരു സൈഡിലൊന്നും ഞാൻ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ബേക്കൽ കോട്ട ഏകദേശം ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ഏരിയയിലൊന്നും എത്തിയിട്ടില്ല. നമ്മൾ പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നേരത്തെ ഫോട്ടോ എല്ലാം എടുത്തിട്ടില്ല, അവിടെയെല്ലാം കറങ്ങിയിട്ട് അങ്ങനെ തിരിച്ച് പോക്കാണ്. എപ്പോൾ സമയം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഇതൊക്കെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒരേ വൈബാണ്. അതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ നടന്ന് നല്ല പച്ചപ്പും പിന്നെ കോട്ടൻ്റെ സൈഡും നല്ല പൊളിയാണ് കേട്ടോ. ഇവിടെ കുറേ നമ്മൾ നടന്നു പോകുന്നതിൻ്റെ സൈഡിലൊക്കെ കുറേ കുഞ്ഞു ഹോളുകളുണ്ട്. അത് മുമ്പ് പിന്നെ ശത്രുക്കളൊക്കെ വരുന്നത് നോക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും ഇവർ. അപ്പോൾ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് കാണാൻ പറ്റും കേട്ടോ. ലാസ്റ്റ് നമ്മളെത്തിയത് ഈ ഒരു സ്ഥലത്താണ്. പിന്നെ ഇവിടുന്ന് ഇതിലൂടെ ഇറങ്ങണം താഴോട്ടേക്ക്. നല്ല കുഞ്ഞൊരു ഓപ്പണിംഗ് ആണ്. ഇത് രസമാണ് നോക്കിയേ. എന്നിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങിപ്പോണം. അത് നമ്മൾ അപ്പോൾ നമ്മൾ കുറേ ദൂരം നടന്ന് കഴിയുമ്പോഴേക്ക് പിന്നെ നല്ലോണം ദാഹിക്കാൻ തുടങ്ങി. അപ്പോൾ കോട്ടൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ഷോപ്പ് ഉണ്ട്. അപ്പോൾ ലൈം സോഡയും പിന്നെ ഡ്രിങ്ക്സ് എല്ലാം ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ തണുത്ത ലൈം സോഡ കുടിക്കാൻ വിചാരിച്ച്. സുഖം എണ്ണി നോക്കൂല. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയതാണ്. എന്നാൽ ബംഗ്ലൂർ റെസ്റ്റോറൻറ്റ്. കാനങ്ങാട് നിന്ന് എത്തിയിട്ടില്ല കേട്ടോ, അതിന് മുന്നെയാണ്. ഇത് എക്സാക്റ്റ് എവിടെ പ്ലേസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടിട്ട് കയറുന്നതെന്ന് ഏകദേശം പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണൂരിലുള്ള റാന്തലിൻ്റെ ഏകദേശം ഒരു ലുക്ക് ഉണ്ട്. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണ് സീറ്റിങ്ങെല്ലാം ഇതാ ചുറ്റും ഇങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്ന മീനും ഉണ്ട്. നമുക്ക് ഏത് മീൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. റൈഡേഴ്സ് കഥ പറയുന്നു. എവിടെ വരെ എത്തി? തള്ളി കണ്ണൂരെത്തിയാ സൗദ? കണ്ണൂരെത്തിയ തള്ളിയിട്ട് പിന്നെ പെട്രോൾ വരെ വേണ്ടല്ലേ തള്ളലിന്? ചെറിയിലുണ്ടാക്കിയാണ് കേട്ടോ. നമ്മളെല്ലാവരും ഊണാന്ന് ഓർഡർ ചെയ്തത്. നമ്മളെ സജിത പിന്നെ ചട്ടിച്ചോറ്, അവൾക്ക് ചട്ടിച്ചോറേ പറ്റുള്ളൂ അല്ലേ? ഏതാ ഏടാ നമുക്ക് കുഴപ്പമില്ല, ഇവളുടെ അടുത്തുനിന്ന് കുറച്ചും കൂടി കഴിക്കാം. എന്നാ പിന്നെ നോക്കാം നമുക്ക്. പായസം, ചോറ്,
പിന്നെ ഇതെന്താണ് സംഭവം, ഇത് കൂട്ടുകറിയാന്ന് തോന്നുന്നു. അത് വെള്ളക്കടലയിൽ ഇട്ടിട്ടുള്ള കൂട്ടുകറിയാണ്. പിന്നെന്താ ഉള്ളത്, പിന്നെ പപ്പടമുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, പിന്നെ ഇത് പൈനാപ്പിളാന്ന് തോന്നുന്നുണ്ട്, പൈനാപ്പിൾ പച്ചടി, പിന്നെ അച്ചാറും ചമ്മന്തിയും. ഇതമ്മ ഭയങ്കര പൊളിയാണല്ലേ. ഏതിനാ? അത് അല്ല, അത് സ്പെഷ്യലായോണ്ടായിരിക്കും. ഇവിടെ പറഞ്ഞല്ല സ്പെഷ്യലാന്ന്. എന്നാ ഓക്കെ ഗൈസ്, ടാറ്റാ. നമ്മൾ ഇന്നത്തെ ഫ്രീഡം റൈഡ് നല്ല അടിപൊളിയായിട്ട് അവസാനിച്ചു. ഇനിയിപ്പോൾ എല്ലാവരും സ്കാറ്റേർഡായിട്ട് പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ സൗദക്ക് കുറേ ദൂരെ പോകാനുള്ളല്ലേ, അപ്പം പിന്നെ വീണ്ടും കമ്പൈൻ ചെയ്ത് പോകുമ്പോൾ ലേറ്റ് ആവും. ഓക്കെ ദെൻ സീ യു നെക്സ്റ്റ് വ്ളോഗ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.